ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു നൊസ്റ്റാൾജിക് വീഡിയോ ആണ്. നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ അടുത്ത് പള്ളിപ്പെരുന്നാൾ വന്നാലോ അല്ലെങ്കിൽ അമ്പലത്തിലൊരു ഉത്സവം വന്നാലോ പോകാണ്ടിരിക്കാൻ പറ്റും? എത്രയും ദിവസം പോകാവോ അത്രയും ദിവസം നമ്മൾ പോകാൻ നോക്കും അല്ലേ? അതിപ്പോൾ എത്ര പ്രായമായാലും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിപ്പം അങ്ങനൊരു വീഡിയോ ആണ്. നമ്മളുടെ അടുത്തുള്ള ഓച്ചിറ അമ്പലത്തിൽ 12 വിളക്ക് കഴിഞ്ഞു. അതിന് ശേഷമുള്ളൊരു സൺഡേയിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. എന്തോരം ആൾക്കാരെ കാണാൻ പറ്റുമെന്ന് അറിയാമോ? അതുപോലെ എന്തോരം സാധനങ്ങളാണ്. കുട്ടികൾക്ക് അമ്യൂസ്മെൻറ്റ് പാർക്ക്, തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം അവൈലബിളാണ്. നമുക്കൊരു സന്തോഷത്തിൻ്റെ നിമിഷം കൂടെ ആയത്. ഇത് എപ്പോഴും വരുന്നതല്ലല്ലോ ഉത്സവമൊക്കെ. മാക്സിമം നമ്മളത് മിസ്സാക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. ഏത് തരം ഫുഡ് ഐറ്റംസ് വേണമെങ്കിലും അവൈലബിളാണ്. ലൈവായിട്ട് ഉണ്ടാക്കിയത്, വറുത്ത് വെച്ചിരിക്കുന്ന ചിപ്സ്, പലതരത്തിലുള്ള ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീംസ്, കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ചോക്ലേറ്റ്സ്, ബലൂൺസ്, ക്യാൻഡീസ്, റൈഡ്സ് തന്നെ പലതരത്തിലുള്ളത്. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ എന്ത് സന്തോഷം നൽകുന്നതെന്ന് അറിയാമോ? നമ്മൾക്കും ഒരു എക്സ്റ്റെൻഡ് വരെ നമ്മളുടെ മനസ്സിലും ആ ഒരു ചൈൽഡ്നെസ് ഉണ്ടല്ലോ. നമ്മൾ വളരും തോറും നമ്മളുടെ മനസ്സ് കുറച്ചും കൂടി ചെറുതായി വരുന്ന പോലെ ഒരു ഫീല് തോന്നിയിട്ടുണ്ടോ? ഒരു മുളക് ബജി നമ്മൾ കടയിലിരുന്ന് ഒരു തട്ടുകടയിൽ നിന്ന് കഴിക്കുന്നതും ഒരു 5 സ്റ്റാറിൽ നിന്ന് നമ്മളൊരു ഐറ്റം കഴിക്കുന്നതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമില്ലേ? ആ ഒരു ഫീല്, അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്, ആ ഒരു അന്തരീക്ഷത്തിൽ കാറ്റൊക്കെ അടിച്ച് നിന്ന് കഴിക്കുന്ന ആ ഒരു സുഖം വേറെ എവിടെ കിട്ടും അല്ലേ? അപ്പോൾ നിങ്ങളിലും ഇങ്ങനെയുള്ളവരൊക്കെ അല്ലേ ഈ ഒരു നൊസ്റ്റാൾജിക് ഫീൽ എൻജോയ് ചെയ്യാൻ കാറ്റത്ത് രാത്രിയിൽ നടന്ന് പോയി ഐസ്ക്രീം കഴിക്കാൻ, അല്ലെങ്കിൽ ഒരു ചൂടുള്ള ചായ കുടിക്കാൻ? അപ്പോൾ അതൊക്കെ നമ്മുടെ മെമ്മറീസിനെ ഒന്ന് റിഫ്രഷ് ചെയ്യുകയും കൂടി ചെയ്യും അല്ലേ? നമ്മൾ കൊച്ചിലെ ഉണ്ടായിരുന്ന നമ്മുടെ മെമ്മറീസിനൊരു ഓർമ്മ പുതുക്കലും കൂടിയാണ് ഇതെല്ലാം. ഒരു കട പോലും വിടാണ്ട് എല്ലാ കടയും നടന്ന് സാധനങ്ങൾ അധികമൊന്നും വാങ്ങിയില്ലെങ്കിലും എന്താണ് കടകളിലുള്ളതെന്ന് അറിയാനുള്ളൊരാകാംക്ഷ, നമുക്ക് പ്രയോജനപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുക. കുഞ്ഞി ബേബിക്ക് ഒന്നും വാങ്ങാനായിട്ട് ഉണ്ടായില്ല. ജസ്റ്റ് നമ്മൾ അവളെല്ലാം ഒന്ന് കൊണ്ട് നടന്ന് കാണിക്കുമായിരുന്നു. റൈഡ്സൊക്കെ ഭയങ്കര കളർഫുള്ളായിരുന്നു. കുട്ടികളൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യുന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു. എല്ലാവരും, പേരൻസ് ആണെങ്കിലും ഗ്രാൻഡ് പേരൻസായിട്ട് വന്നവരുണ്ട്. എല്ലാവർക്കും ഒരു ജോയ്ഫുൾ ഒക്കേഷനാണ് ഈ കളർഫുൾ സെലിബ്രേഷൻ, ലൈറ്റ്സ്, ഇതെല്ലാം കാണുന്നതല്ലേ? അപ്പോൾ തീർച്ചയായും നിങ്ങൾ ടൈം കിട്ടുവാണെങ്കിൽ ഓച്ചിറ അമ്പലത്തിലൊന്ന് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൊച്ചിലെ നമ്മുടെ ഹൃദയത്തിൽ കയറിയ ഒരു ഭയപ്പെടുത്തുന്ന ഐറ്റമായിരുന്നു മരണക്കിണറെന്ന് പറയുന്നത്. അപ്പോൾ അതിനവിടെ നമുക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. 3 ബുള്ളറ്റും 3 മാരുതിയുടെ കാറുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടന്മാരെല്ലാം അടിപൊളിയായിട്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്തു. പല രീതിയിലും ഭാവത്തിലുള്ള ഷോസും എക്സ്പ്രഷൻസ്, അവരുടെ ഓരോരോ സ്റ്റൈൽ ഓഫ് റൈഡിങ് എല്ലാം നമുക്ക് കാണാൻ പറ്റി. അന്ന് കയറിയൊരു പേടിയാണോന്നറിയില്ല, കുറച്ചൊരു നെഞ്ചെടുപ്പോടു കൂടെയാണ് ഞാൻ ഇതൊക്കെ കാണാൻ വേണ്ടി നിന്നത്. നമ്മൾ ആക്ച്വലി നല്ല ഹൈറ്റിലാണ് മേളിൽ നിൽക്കുന്നത്. ഈ വീഡിയോയിൽ എത്രയും ക്ലിയർ ആണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ കണ്ട ശേഷം പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീമും കഴിക്കാൻ കയറി, അതുപോലൊരു ബജിയും കഴിച്ചു. അങ്ങനെ ഹാപ്പിയായി വീട്ടിലേക്ക് മടങ്ങി.